നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മളെല്ലാവരും ഇടയ്ക്കെങ്കിലും ആലോചിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ്. നമ്മൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് അതൊരു നഷ്ടമാണോ അതോ ഒരുതരം ഇൻവെസ്റ്റ്മെന്റാണോ? ഈ ഒരു വലിയ ചോദ്യത്തിൽ നിന്നാണ് നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത്. ഈ ചോദ്യം നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ പൈസയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയമാവാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള അറിവാവാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും എന്താ തോന്നാറ്? അയ്യോ, എന്റെ കയ്യിൽ നിന്ന് എന്തോ പോയല്ലോ എന്നൊരു നഷ്ടബോധമാണോ? അതോ ഞാൻ എന്തോ നേടുകയാണെന്നൊരു തോന്നലാണോ? അതായത്, ഈ ചോദ്യത്തിന് നിങ്ങൾ എന്തു ഉത്തരം നൽകുന്നു എന്നുള്ളത് വെറുമൊരു അഭിപ്രായമല്ല. സത്യം പറഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ രൂപപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ എത്രത്തോളം സന്തോഷവും സമൃദ്ധിയും അനുഭവിക്കാൻ പറ്റുന്നു എന്നതിനെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു മനോഭാവം കൂടിയാണത്. ശരി, അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് പോയി നോക്കാം. ആദ്യം തന്നെ നമ്മളിൽ പലരും അറിയാതെ വീണുപോകുന്ന ഒരു കെണിയെപ്പറ്റി സംസാരിക്കാം. എന്താണെന്നല്ലേ? ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഈ ഇല്ലായ്മ എന്ന ചിന്താഗതി. അപ്പോൾ എന്താണ് ഈ ഇല്ലായ്മയുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ, അതായത് പണം, സമയം, ഊർജം, ഇതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ എന്നൊരു പേടിയാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് കയ്യിലുള്ളത് കൊടുത്താൽ തീർന്നു പോകും. അതുകൊണ്ട് ഒന്നും കൊടുക്കാതെ എല്ലാം പിടിച്ചുവെക്കുന്നതാണ് ഏറ്റവും സേഫ് എന്നൊരു വിശ്വാസം. ഇത് വെറും പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. നമ്മുടെ കഴിവും സമയവുമൊക്കെ മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴും ഈ ഒരു പിശുക്ക് നമ്മൾ കാണിക്കാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുറുക്കി അടച്ചു പിടിച്ചൊരു കൈ. ആ കൈ കൊണ്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അതുപോലെ തന്നെ ആ കൈക്ക് എന്തെങ്കിലും വാങ്ങാനും പറ്റുമോ? അതുമില്ല. ശരിയല്ലേ? കെട്ടിക്കിടക്കുന്ന വെള്ളം പതിയെ പതിയെ ചീത്തയാവുന്നതുപോലെയാണ് ഇതും. നമ്മളൊന്നും പങ്കുവെക്കാതെ എല്ലാം ഇങ്ങനെ പിടിച്ചുവെക്കുമ്പോൾ പ്രപഞ്ചം നമുക്ക് തരാൻ വെച്ചിരിക്കുന്ന ആ ഒരു സമൃദ്ധിയുടെ ഒഴുക്ക് നമ്മൾ തന്നെ അറിയാതെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഈ രണ്ട് ചിന്താഗതികൾ തമ്മിലുള്ള വ്യത്യാസം എത്ര വ്യക്തമാണെന്ന്. ഒന്ന്, ഇല്ലായ്മയെക്കുറിച്ചുള്ള ഭയത്തിൽ, മുരടിപ്പിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ലോകം, അടഞ്ഞൊരു ലോകം. മറുവശത്ത് ഒഴുക്കിൽ വിശ്വസിച്ച് വളർച്ചയും ബന്ധങ്ങളും ഉണ്ടാക്കി തുറന്ന മനസ്സോടെ ജീവിക്കുന്ന മറ്റൊരാൾ. ഇതിൽ ഏതു വഴിയാണ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത്? അപ്പോ ഈ ഇല്ലായ്മയുടെ കെണിയിൽ നിന്ന് പുറത്തുവരാൻ എന്താണൊരു വഴി? അതിനൊരു പരിഹാരമുണ്ട്. അത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ പഠിക്കാം. പ്രകൃതിയുടെ പ്രതിധ്വനി നിയമം. ഈ നിയമം വളരെ സിമ്പിളാണ്. നിങ്ങളൊരു മലയുടെ മുകളിൽ പോയിട്ട് ഉറക്കെ ഹലോ എന്ന് വിളിച്ചാൽ തിരിച്ചെന്താ കേൾക്കുക? ഹലോ എന്ന് തന്നെ, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് എന്ത് കൊടുക്കുന്നോ അത് നമ്മുടെ പ്രവൃത്തിയാവാം, വാക്കുകളാവാം, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയുടെ ഊർജം പോലുമാവാം. അത് പല മടങ്ങായി നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും. അതാണ് ഈ നിയമം. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു കർഷകന്റെ ജീവിതം. നോക്കൂ, ആദ്യം കർഷകൻ ഒരു പിടി വിത്തുകൾ ഭൂമിക്ക് ദാനമായി നൽകുന്നു. അതൊരു നഷ്ടമാണോ? അല്ല. പ്രകൃതി ആ ചെറിയ ദാനത്തെ സ്വീകരിച്ച് അതിനെ പരിപോഷിപ്പിച്ച് വളർത്തുന്നു. അവസാനം എന്താ സംഭവിക്കുന്നത്? വിളവെടുക്കുമ്പോൾ കൊടുത്ത ആ ഒരൊറ്റ വിത്തിനു പകരം ആയിരക്കണക്കിന് ധാന്യമണികൾ തിരികെ കിട്ടുന്നു. കണ്ടില്ലേ? ഇതാണ് നൽകുന്നതിന്റെ യഥാർത്ഥ ശക്തി. അതൊരു നഷ്ടമല്ല, ഒരു നിക്ഷേപമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു ആത്മീയ കാര്യം മാത്രമാണെന്ന് കരുതരുത്. ഇതിന് സയൻസിന്റെ പിൻബലവുമുണ്ട്. മനഃശാസ്ത്രം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും നൽകുമ്പോൾ അത് നമുക്ക് തന്നെ ശാരീരികമായും മാനസികമായും ഒരുപാട് ഗുണം ചെയ്യും. നമ്മുടെ ബ്രെയിനിലെ സന്തോഷം തരുന്ന ഭാഗങ്ങളൊക്കെ ആക്ടിവേറ്റ് ആവും. ചുരുക്കി പറഞ്ഞാൽ, കൊടുക്കുന്നത് നമ്മളെ കൂടുതൽ ഹെൽത്തിയും ഹാപ്പിയുമാക്കും. ശരി, ഇനി നമുക്ക് പണ്ടുമുതലേ കൈമാറി വന്ന ജ്ഞാനം, ഇതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കിയാലോ? യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ വളരെ പ്രശസ്തമായൊരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് എന്തു നൽകുന്നുവോ അത് 1000 മടങ്ങായി നമ്മിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു എന്നതാണ് ലോകത്തിന്റെ നിയമം. ലോകത്തിന്റെ അടിസ്ഥാന നിയമം തന്നെ ഇതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തുടർന്ന് പറയുന്നു, നമ്മൾ സ്നേഹമോ അറിവോ സമയമോ അധ്വാനമോ നൽകുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ കാന്തികമാക്കി മാറ്റുന്ന ഒരു ഊർജം നമ്മളിൽ പ്രചരിക്കുന്നു. അതായത്, നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയും നമ്മുടെ പേഴ്സണാലിറ്റിയെ കൂടുതൽ ആകർഷകമാക്കുകയും ചെയ്യും. അവസാനമായി അദ്ദേഹം പറയുന്നു, ബുദ്ധിമാനായ വ്യക്തിക്കറിയാം, ഇതാണ് യഥാർത്ഥ നിക്ഷേപം. അത് ഭാവിയിൽ സന്തോഷം, സമാധാനം, ആത്മാഭിമാനം എന്നിവയുടെ രൂപത്തിൽ തിരികെ ലഭിക്കുമെന്ന്. കണ്ടില്ലേ? ഏറ്റവും ബുദ്ധിയുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കൊടുക്കുന്നതാണ്. കാരണം അതിന്റെ റിട്ടേൺ പൈസ മാത്രമല്ല, സന്തോഷം, സമാധാനം, ആത്മാഭിമാനം, ഇതൊക്കെയാണ്.
അപ്പോ ശരി, ഇതെല്ലാം കേട്ടു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നതാണ്, അല്ലേ? സമൃദ്ധിയിലേക്കുള്ള വഴി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഒന്നോർക്കാം. ഒന്നാമതായി, കൊടുക്കുന്നത് ഒരു നഷ്ടമല്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റാണ്, പ്രപഞ്ചമെന്ന വലിയ ബാങ്കിലുള്ള ഒരു നിക്ഷേപം. രണ്ടാമത്തെ കാര്യം, കൊടുക്കാൻ പണം തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ സമയമോ നിങ്ങളുടെ കഴിവിന്റെ ഒരു ഭാഗമോ ആർക്കും കൊടുക്കാൻ പറ്റും. മൂന്നാമതായി, ഇങ്ങനെ കൊടുക്കുന്നത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഉള്ളിൽ യഥാർത്ഥ സന്തോഷം കണ്ടെത്താനും സഹായിക്കും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും എടുക്കാൻ കഴിയുന്ന ലളിതമായൊരു പ്രതിജ്ഞയുണ്ട്. ഇന്നു മുതൽ എന്റെ കഴിവിന്റെയും സമയത്തിന്റെയും ഒരു ചെറിയ ഭാഗം ഞാൻ സമൂഹത്തിന്റെ സേവനത്തിനായി നീക്കിവെക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നോ നിങ്ങൾ എത്ര തിരക്കുള്ള ആളാണെന്നോ ഇവിടെ വിഷയമല്ല. നിങ്ങളുടെ കഴിവിന്റെ, നിങ്ങളുടെ സമയത്തിന്റെ ഒരു ചെറിയ അംശം മാത്രം മതി. അവസാനമായി ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഇന്ന് നിങ്ങൾ എന്തു നൽകാൻ തിരഞ്ഞെടുക്കും? വെറുതെ കേട്ടുപോകാൻ മാത്രമല്ല, ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം. ഇന്ന് നിങ്ങൾക്ക് എന്തു കൊടുക്കാൻ കഴിയും? അത് ചിലപ്പോൾ ഒരു നല്ല വാക്കാവാം, ഒരു പുഞ്ചിരിയാവാം, ഒരു ചെറിയ സഹായമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് സമയമാവാം. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. ചിന്തിക്കുക. നന്ദി.